ഇത് കണ്ടോ, HSST ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. ഫിസിക്സ്, സൈക്കോളജി, സംസ്കൃതം, മാത്സ്, ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇവിടുത്തെ GK നമുക്കൊന്ന് അനലൈസ് ചെയ്താലോ? കോൺസ്റ്റിറ്റ്യൂഷനും നമ്മുടെ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസും നോക്കാം. ആദ്യം ഇവയിൽ റിപ്പീറ്റഡ് ഏരിയാസ് ആണ് കൂടുതലുമുള്ളത്. പ്രിയാമ്പിൾ HSST മാത്സിനും HSST സാൻസ്ക്രിറ്റിനും ചോദിച്ചു. സെൻറ്റർ സ്റ്റേറ്റ് റിലേഷനിൽ നിന്ന് 2 ചോദ്യങ്ങളാണ് HSST സാൻസ്ക്രിറ്റിന് ചോദിച്ചത്. മാത്സിൽ നിന്ന് 1 മാർക്കായിരുന്നു, ഫിസിക്സിനും അവിടെ സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻ എന്ന് പറയുന്നത് 1 മാർക്കിന് വേണ്ടിയാണ് ചോദിച്ചത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, എമർജൻസി, RTI, അമെൻമെൻറ്റ് എല്ലാ ചോദ്യപേപ്പറിലും ഉണ്ടായിരുന്നു. ഇനിയും സ്കീംസ് എന്താണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്? HSST സാൻസ്ക്രിറ്റിന് ചോദിച്ചത് പറയട്ടെ. PM റോസ്ഗാർ പ്രോത്സാഹൻ യോജനയും മാതൃവന്ദന യോജനയും ഒക്കെയാണ് ചോദിച്ചത്. പ്രത്യേകതയുണ്ട്, സ്കീംസ് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യങ്ങൾ വരും ചോദ്യ പേപ്പറിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഇനി കേരള റിനൈസൻസിലേക്ക് പോവുകയാണെങ്കിൽ കൊട്ടേഷൻസ് ആണ് കൂടുതലും ചോദിച്ചത്. വളരെ സിമ്പിളായിട്ടുള്ളത്, ഈ വാക്കുകൾ ആര് പറയുന്നു? ലീഡറിൽ ശ്രീനാരായണ ഗുരുവാണ് ആവർത്തിച്ചത്. അൺടച്ചബിലിറ്റി പലതായിട്ട് ചോദിച്ചു. INC സെഷൻ ചോദിച്ചു. അതോടൊപ്പം തന്നെ വൈക്യ സത്യാഗ്രഹത്തിൻ്റെ പ്രത്യേകതകൾ ചോദിച്ചു. ന്യൂസ് പേപ്പർ പ്രസ്, ന്യൂസ് പേപ്പർ എവിടുന്നാണ് തുടങ്ങുന്നത്, ഏത് വർഷം തുടങ്ങിയ ചോദ്യങ്ങളായിരുന്നു. ബുക്സ്, മാഗസിൻസ്, ബുക്സൊക്കെ അവാർഡ് കിട്ടിയ ആൾക്കാരുടെ പുസ്തകങ്ങളാണ് ചോദിക്കുന്നത്. ഇനി അവിടെയൊക്കെ നൊബേൽ പ്രൈസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവാർഡിൻ്റെ കൂട്ടത്തിൽ. അത് പക്ഷേ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2023 കറണ്ട് അഫയേഴ്സാണ് ചോദിച്ചത്. ലിറ്ററേച്ചറിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ്. സത്യാഗ്രഹം ഞാൻ പറഞ്ഞു, വൈക്കമാണ് കൂടുതൽ പങ്കുകൊടുത്തത്. വൈക്കത്തിലെ നേതാക്കന്മാരെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ദെൻ പണ്ടാരപ്പാട്ട വിളംബരം, മലബാർ സമരം, അതോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റി സമരം തുടങ്ങിയവയൊക്കെ സ്കാറ്റേഡ് ആയിട്ട് ഓരോ ചോദ്യപേപ്പറിൽ. അപ്പോൾ എല്ലാ സമരങ്ങളും ഒന്ന് കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ആ സോഷ്യൽ സ്ട്രഗിൾസ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായി തന്നെ പഠിക്കുക. അപ്പം നമ്മൾ എന്ത് പഠിക്കണം? ഇനിയുള്ള പരീക്ഷയ്ക്ക് ഞാൻ പറയുന്നു, നിങ്ങളോട് പോർഷൻസ് എന്തായാലും GK പഠിച്ചിട്ട് പോകണം. കാരണം 30 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും, വെറുതെ കളയരുത്. അപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും റിസർച്ച് മെത്തഡോളജിയും ഒക്കെ ഉൾപ്പെടുത്തി ഈ കഴിഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കൃത്യമായി അനലൈസ് ചെയ്തിട്ട് CCയുടെ ലൈവ് സെഷൻസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ എക്സാംസിലെ കുട്ടികൾക്ക് നല്ല റിവ്യൂ നേടിക്കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടോ? വെറും ഒരു 2 മണിക്കൂർ മാറ്റി വയ്ക്കാമോ? നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. പുതിയ ക്ലാസ്സുകളെ പറ്റി അറിയാനായിട്ട് ഇതൊരു പുതിയ ലൈവ് സീരീസാണ്. ആപ്പിലൂടെയാണ് ക്ലാസ്സുകൾ നൽകുന്നത്. അതോടൊപ്പം തന്നെ ലൈവ് സീരീസും ഉണ്ടാകും, മോഡൽ എക്സാംസും ഉണ്ടാകും. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ കണക്ട് ചെയ്തോളൂ. നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം.